ആടാ ഇതാടാ പ്രതിമ കാണണ്ടാ. അപ്പൊ ഇതാണ് അവൻ 1 കിലോമീറ്റർ പറഞ്ഞു. ഈ പ്രതിമ നിൽക്കുന്നത് വളരെ പ്രത്യേകമാർന്ന സ്ഥലത്താണ്. കാരണം ഇത് പശ്ചിമഘട്ട മലനിരയാണ്. ഈ കാണുന്നുണ്ടോ, ഇത് പശ്ചിമഘട്ട മലനിര കേട്ടോ. വേറൊരു പണി എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇഷ ഫൗണ്ടേഷൻ, അത് ഇഷ ഫൗണ്ടേഷനാണ്. അവിടെയാണ് ക്യാമറ. അപ്പോൾ അച്ഛന്മാരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ വന്നെന്ന്. നമ്മൾ നടക്കാൻ വയ്യാത്തവർക്ക് കാളവണ്ടിയിൽ പോവാം. അത് നടക്കാൻ വയ്യേ? ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്നത് മറ്റെവിടേക്കുമല്ല, കോയമ്പത്തൂരിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് പറയാം. അതിനു മുന്നേ നമ്മൾ ഇന്ന് രാവിലെ തിരൂരിൽ നിന്ന് ഏകദേശം ഒരു 4:45 ട്രെയിനാണ് കയറാൻ ഉദ്ദേശിച്ചുള്ളത്. ട്രെയിൻ ലേറ്റായിട്ട് ലാസ്റ്റ് 5:15 വന്നത്. അത്ര ലേറ്റായി. 4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂരിലേക്ക് എത്താം. അവിടുന്ന് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്, അത്ര ഭാഗങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാട്ടുന്നില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് നമ്മുടെ സ്പോട്ടിലേക്ക് ഡയറക്റ്റ് നമ്മളെ സ്പോട്ടിലേക്ക് എത്തിയിട്ടായിരിക്കും വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വച്ചവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനും ശ്രീയരും അച്ഛനും കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ കോയമ്പത്തൂർ തന്നെ ഫേമസ് ആയിട്ടുള്ള ഇഷ ഫൗണ്ടേഷൻ അണ്ടറിലുള്ള ആദിയോഗിയിലെ ആ ഒരു പ്രതിമ ഉണ്ടല്ലോ, അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കോയമ്പത്തൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം. നമുക്ക് മെല്ലെ അവിടേക്ക് നടക്കണം. ഒന്നൊന്നര സൈസ് കാള അതുകൊണ്ട് ഫ്രണ്ട്സ്, ഇവിടെയുള്ള കടകളുണ്ടോ, ഇവിടെ ഈ സൈഡിലായിട്ട് ഇതാ ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് ഈഷ ഫൗണ്ടേഷൻ്റെ അപ്പുറത്തിട്ട അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ആദിയോഗിൻ്റെ ഇവിടെ ഗ്യാപ്പിലായിട്ട് ഒരു 1 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അതിനിടയിലാണ് ഈ ഷോപ്പുകളൊക്കെ ഉള്ളത്. ഈ ഷോപ്പിൽ നമ്മൾ 20 രൂപേൻ്റെ വെള്ളം 40 രൂപ, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം എല്ലതും പകുതിയിലധികം റേറ്റ് കൂടുതലാണ്. അതാണ് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. എന്തായാലും റേറ്റ് ആണെങ്കിലും നമുക്ക് ഈ സമയത്ത് വന്നിട്ട് സാധനം കിട്ടുന്നുണ്ടല്ലോ, അതന്നെ വലിയൊരു സെറ്റപ്പ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇഷ ഫൗണ്ടേഷൻ്റെ അണ്ടറിലുള്ള ഒരു ശിവഭഗവാന്റെ ഒരു പ്രതിമ ഉണ്ടല്ലോ, ഒരു അർദ്ധ നാരി പ്രതിമ അല്ലേ, അത് കാണുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ എൻട്രൻസിൽ തന്നെ നമുക്ക് വലിയൊരു ശിവൻ്റെ ഒരു പ്രതിമ കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഫൗണ്ടേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ കാള, ഒരു ചെറിയതല്ല കേട്ടോ, അത്യാവശ്യം വലുപ്പമുള്ള കാളവണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ ബാഗ് സാധനങ്ങളൊക്കെ ബാഗ് ഇവിടെ വെക്കണം തോന്നുന്നുണ്ട്. കണ്ടാ, വാല്യുബിൾ ഡിപ്പോസിറ്റ് കൗണ്ടർ, ഫ്രീ സർവീസാണ്. നമ്മൾ വെക്കണ്ട, ഇതൊന്നുമില്ല വെക്കാൻ, വെള്ളം കുപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛന്മാരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ വന്നത്. നമ്മൾ നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗാന്ധിപുരത്തേക്കുള്ള ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു ബസ്സുണ്ട്, ആ ബസ്സിൽ കയറാം. ഗാന്ധിപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. അവിടുന്ന് ഒരു 30 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഇഷ ഫൗണ്ടേഷൻ്റെ അവിടെ നിങ്ങൾ എത്താനായിട്ട് വരും. വേറൊരു പണി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിടിലൻ പണി ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ഫോണും അതുപോലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. വാ, ഇതേ ഒരു കാളവണ്ടി വരുന്നുണ്ട് കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇഷ ഫൗണ്ടേഷൻ, അത് ഇഷ ഫൗണ്ടേഷനാണ്. അവിടെയാണ് ക്യാമറ ഒന്നും അലൗഡ് അല്ല. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അമ്പലങ്ങളിലെ അമ്പലങ്ങളും മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ആളുകൾ വന്നിട്ടുണ്ട്, ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ഓരോ ഗ്യാപ്പിലും ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ടോ. അല്ല, 1 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് കാണുമ്പോഴേ നമുക്ക് കാളവണ്ടിയിലാണെങ്കിൽ പോകണം. വേണ്ടല്ലോ, നടക്കല്ലേ നല്ല. അപ്പോൾ അടുത്ത ഒരു ഭീകര കാളവണ്ടി വരുന്നുണ്ട് കേട്ടോ. അടുത്തൊരു കാളവണ്ടി വരുന്നുണ്ട്. നടക്കാൻ വയ്യാത്തവർക്ക് കാളവണ്ടിയിൽ നടക്കാൻ വയ്യാത്തവർക്ക് കാളവണ്ടിയിൽ പോവാം. അത് നടക്കാൻ വയ്യേ? തീർച്ചയായും. ആടാ ഇതാടാ പ്രതിമ കാണണ്ടാ. അപ്പൊ ഇതാണ് അവൻ 1 കിലോമീറ്റർ പറഞ്ഞേ. ആർക്ക് വച്ചാട്ടോ നമുക്ക് ഇപ്പുറത്തോട് പോവാ. അത് കുത്തിട്ടേ അവിടെ ഈ കാളയ്ക്ക് നടക്കാൻ വയ്യട്ടോ. അത്ര ലോഡാണ് ഏറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദിയോഗിയുടെ ആ ഒരു ശില്പത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇത് ബാക്ക് ഭാഗമാണല്ലേ? അല്ലല്ലോ, ബാക്ക് ഭാഗം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫുഡ് ഐറ്റംസ് ഇതിൻ്റെ ചുറ്റുവട്ടത്തുമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നടക്കുള്ളൂ, അല്ലെങ്കിൽ വരുന്ന വഴി ഒരുപാട് സാധനങ്ങൾ വാങ്ങാം. മാത്രമല്ല ഒരുപാട് ഷോപ്പുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലട്ടാ, വരാതിരിക്കാൻ വെയിലേ. ഹെവി വെയിലാണ്, ഭയങ്കര ചൂടാണ്. ഏകദേശം ഒരു 32-34 ഡിഗ്രി ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ആദിയോഗി ശിവന്റെ പ്രതിമയുടെ പുറകുവശാട്ടോ ഈ കാണുന്നത്, കണ്ടോ? 35 മീറ്ററാണ് മച്ചന്മാരെ ഈ ഒരു പ്രതിമയുടെ ഉയരം എന്നത്. അതുപോലെ തന്നെ വീതി 25 മീറ്ററാണ് ഇതിൻ്റെ വീതി. ഈ പ്രതിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറയാം, 2 വർഷമാണ് ഈ ഒരു പ്രതിമ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മാത്രമല്ല വെറും 8 മാസം കൊണ്ടാണ് ഇത് ഈ ശില്പം പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എടാ, നമുക്ക് നല്ല കിടിലൻ ഫോട്ടോ എടുത്ത് കിട്ടി. നാഗ, ശൈന, നന്ദി, ത്രിമൂർത്തി പാനൽ, അതൊക്കെ നമ്മൾ ഉള്ളിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ? ഇഷ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അവിടേക്ക് ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്കത് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് ആ ഒരു ആദിയോഗിയുടെ ആ ഒരു പ്രതിമ. നമ്മളൊരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള പ്രതിമയാണ്. എന്തായാലേ വലിയൊരു പ്രതിമ കേട്ടോ. നമ്മൾ കുറച്ച് ദൂരത്താണ്, നമുക്ക് തൊട്ടടുത്തേക്ക് പോകണം. ഈ പ്രതിമ നിൽക്കുന്നത് വളരെ പ്രത്യേകമാർന്ന സ്ഥലത്താണ്. കാരണം ഇത് പശ്ചിമഘട്ട മലനിരയാണ്. ഈ കാണുന്നുണ്ടോ, ഇത് പശ്ചിമഘട്ട മലനിര കേട്ടോ. അതിൻ്റെ ചുറ്റിലുമാണ്. ഇവിടെ അടുത്ത് വേറെ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒരു സംഗതികളോ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി കാണുമ്പോൾ ഒരു വലിയൊരു എന്താ പറയുക, നമ്മൾ കൂടുതൽ വീഡിയോകളിലൊന്നും ഈ നിൽക്കുന്ന ഈ പ്രതിമയുടെ ഭാഗം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ചുറ്റും കണ്ടു കഴിഞ്ഞാൽ
വഴിയാണ്. അത് ബസ്സുണ്ടോ, ആ ബസ്സിലാണ്. ഈ ബസ് കോയമ്പത്തൂരിൽ നിന്ന് ഈ ഒരു ബസ്സുണ്ട്, അതായത് ഈ ഇഷ ഫൗണ്ടേഷനിലേക്ക് മാത്രം വരുന്ന ബസ്സുകളുണ്ട്. ബസ്സിന് വേറെ സ്റ്റോപ്പും കാര്യങ്ങളും ഒന്നുമില്ല. തീർച്ചയായിട്ടും നേരിട്ട് തന്നെ എത്രയും പെട്ടെന്ന് 30 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട് ഇവിടെ തന്നെ ബസ് എത്തുന്നതാണ്. ഒന്നാമതെന്ന് വെച്ചാൽ ഈവനിങ് അല്ലേ ശ്രീര, വൈകുന്നേരം ഈവനിങ് വരണം, അല്ലെങ്കിൽ നന്നായി രാവിലെ എത്ര ചൂടാ. അപ്പം മരണ ചൂടാ, ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ വരെ നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു ഫോട്ടോ എടുക്കണ്ടല്ലേ, അതിനായിട്ട് ഞങ്ങളൊരു മുണ്ടും കൊണ്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇനി നമ്മുടെ കേരള സ്റ്റൈലിലുള്ള പിന്നെ അടിപൊളിയാടാ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മച്ചാനതാ എൻ്റെ കയ്യിൽ നിന്ന് മുണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിടാൻ നോക്കൂല. അപ്പോൾ ഇനി അടുത്ത് മച്ചാൻ്റെ ഫോട്ടോ എടുക്കലാണ്. വാ ദമ്മുണ്ടാ എൻ്റെ അല്ല അച്ഛൻ്റെ. അപ്പോൾ ഇതാണ് മച്ചന്മാരെ പൂർണ്ണമായിട്ടും സ്റ്റീൽ. ഇത് ഫുള്ള് സ്റ്റീലടാ. ഫുള്ള് സ്റ്റീലിൽ പണി കഴിപ്പിച്ച 8 മാസം കൊണ്ട് പണി കഴിപ്പിച്ച ആ ഒരു ആദിയോഗിയുടെ പ്രതിമ. ഒന്നൊന്നര വ്യൂ ആട്ടോ മച്ചന്മാരെ. ഈ ഒരു ഫ്രണ്ട് ഈ ആദിയോഗി നമ്മൾ നോക്കിക്കാണുന്ന ഒരു വ്യൂ ആണ്. ഫുള്ള് മല നിരക്കുന്ന രക്ഷയില്ല. ചുറ്റും ഇല്ല, ഇടതും പലതും വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ആദിയോഗിയുടെ ഈ മണ്ണിൽ നിന്ന് നമ്മുടെ വീഡിയോ സൈനിങ് ഔട്ട് ചെയ്യുകയാണ് ഞാനും ശ്രീരി മച്ചാൻ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. മച്ചന്മാരെ നമ്മൾ മച്ചാന്മാരെന്താ ഇതിനൊക്കെ മച്ചന്മാരെ അറിയാം. പ്രിയ ഭക്തജനങ്ങളെ